കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കണിയാർക്കാവ് കാവുണ്ട റോഡ് ശോചനീയാവസ്ഥയിൽ. മഴക്കാലമായതോടെ റോഡ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ്. അടുത്ത പദ്ധതിയിൽ 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. റോഡിലെ ടാറിംഗ് ഇളകിപ്പോയി വലിയ കുഴികൾ രൂപപ്പെട്ട് അതിൽ മഴവെള്ളവും ചെളിയും നിറഞ്ഞ് ഗതാഗതയോഗ്യമല്ലാതായിരിക്കുകയാണ്. ധാരാളം കുട്ടികൾ സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിലേക്കും വിവിധ സ്കൂളുകളിലെ ബസ്സുകളും ഇതിലൂടെ പോകുന്നുണ്ട്. എന്നാൽ കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ. പല വാഹനങ്ങളും വീണു പോകുന്ന അവസ്ഥ കൂടി ഉണ്ടാകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഈ റോഡിലേക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. മെയിൻ്റനൻസ് ഫണ്ട് പറഞ്ഞിട്ട് പഞ്ചായത്തിലൊരു കാര്യമുണ്ട്. അത് ചെയ്യാനെങ്കിലും അവർ സന്നദ്ധനാവണമായിരുന്നു ഈ മഴക്കാലം വരുന്നതിന് മുമ്പേ. അതിന് മുമ്പേ ഞങ്ങൾ അവരോട് പറഞ്ഞതാണ്, ഈ റോഡ് ഇത്രയും പരിതാപകരമായിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് ഇതിനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ MLA പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഫണ്ട് വയ്ക്കുന്നുണ്ട്, ഞങ്ങൾ MLA കൊണ്ട് ഫണ്ട് അനുവദിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ മാർച്ച് 31 വരെ ഒരു പണി നടന്നില്ല. ഇപ്പോൾ ഇതിനെ യാത്ര ചെയ്യാനും ബുദ്ധിമുട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ ഒരു പുളിമരം വന്നു. 100 കണക്കിന് വണ്ടികളാണ് ആ മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ നിന്ന് ഈ വഴിക്ക് 2 ഭാഗത്തു നിന്നും കൂടി തിരിച്ചു വിട്ട്. ഒരുപാട് ആളുകൾ, കുട്ടികൾ നടന്നു പോകുന്നവർ വെള്ളം ചാടി, അന്ന് മഴയുണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ ഇവിടെ വീഴുന്നുണ്ട്. അതേപോലെ തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യം നടക്കുന്നുണ്ട്. പല പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും കാട് വെട്ടും, അതിനനുസരിച്ച് ഈ അരിച്ചാലും ഒഴിഞ്ഞ് കൊണ്ടുപോകും. പക്ഷേ ഈ വാർഡിൽ ആ ഒരു ഭാഗം നടന്നിട്ടില്ല. അത് ഞങ്ങൾ അവരോട് പറഞ്ഞു, കാട് വെട്ടിയിട്ട് ഈ അരിച്ചാൽ ഒഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ ഈ റോഡിൽ കൂടി പോവില്ലല്ലോ, അതിനെ വേറെ വെക്കണം, ഇതിന് വേറെ വെക്കണം. അപ്പോൾ മറ്റുള്ള ഭാഗത്തൊക്കെ ഒന്നായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ മാത്രം എന്താ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയുന്നില്ല. ഇപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ ഈ മൂലയിലേക്ക് നോക്കൂ, അപ്പുറത്തുനിന്നൊരു വണ്ടി വന്ന്, ഒരു 2 വീലർ വന്നാൽ എവിടേക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകും. പെൺകുട്ടികളും ഒക്കെയാണ് ഇതിങ്ങനെ 2 വീലർ ഓടിച്ചിട്ട് പോണത്. ഈ അവിടുന്ന് ഒരു വലിയ വണ്ടി, സ്കൂൾ വണ്ടികളൊക്കെ വലിയ വണ്ടികളാണ് ഇവിടെ വന്നിട്ട് ഈ ടേണിങ് ഇപ്പം നിങ്ങൾ കാണണം. ഇത്രയും അപകടം പിടിച്ചൊരു ടേണിങ് ഈ ഭാഗത്തില്ല. കഴിഞ്ഞ ദിവസം തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് വലിയ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായപ്പോൾ മണ്ണാർക്കാട്ടേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പകരമായി ഉപയോഗിച്ചിരുന്നത് ഈ വഴിയാണ്. അതുകൂടിയായപ്പോൾ ഈ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. ഗ്രാമപഞ്ചായത്ത് ഉടൻ നടപടിയെടുത്തില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതുവരെയും കരിമ്പുഴ പഞ്ചായത്തോ മെമ്പറോ ഈ വാർഡിലേക്ക് തിരിഞ്ഞു നോക്കുകയോ ഈ റോഡിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ കരിമ്പുഴ പഞ്ചായത്തിലെ പ്രസിഡന്റും ഭരണസമിതിയും ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡിന്ന് ഇതിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ആൾക്കാർക്കും, കുട്ടികൾക്കും, സ്കൂളിൽ പോകാനുള്ള കുട്ടികൾക്കും, ആൾക്കാർക്ക് യാത്രയായിട്ട് പോകാനും ബസ് സൗകര്യങ്ങളും പോകുന്നതിനും വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യമുള്ളത്. ഈ ആവശ്യം പരിഗണിക്കുന്നില്ല എങ്കിൽ തുടർന്ന് ഞങ്ങൾ ബഹുദൂരം പോകുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുന്നതായിരിക്കും. 2024-25 പദ്ധതിയിൽ മെയിൻ്റനൻസ് ഗ്രാന്റായി 10 ലക്ഷം രൂപ അനുവദിക്കാം എന്നും കഴിഞ്ഞ വർഷം ഈ വാർഡിലെ മറ്റൊരു റോഡിനാണ് ഫണ്ട് നീക്കിവെച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ടാറിങ് പൊളിഞ്ഞ് യാത്രാ ദുസ്സഹകരമായ സാഹചര്യങ്ങളുണ്ട്. പല റോഡുകളും കോൺക്രീറ്റ് റോഡ് പോലെ ഈട് കിട്ടുന്ന റോഡുകളല്ല ടാർ റോഡുകൾ. അതിന് പഞ്ചായത്തിലെ പല റോഡുകളും അത്തരത്തിൽ കിടക്കുന്നുണ്ട്. പഞ്ചായത്തിന് കിട്ടുന്ന മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അത് നേരാക്കാൻ കഴിയുക. MLAക്ക് വേണമെങ്കിൽ അത് റീടാറിങ് ചെയ്യാവുന്നതാണ്. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം കിട്ടിയ ഫണ്ട് കോട്ടപ്പുറം 16 മുതൽ കാവുണ്ടയില പള്ളി വരെ ഉള്ള റോഡിലേക്കാണ് 10 ലക്ഷം രൂപ 2 ഘട്ടമായി മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി ഈ വരുന്ന 24-25 വാർഷിക പദ്ധതിയിൽ വരുന്ന മെയിൻ്റനൻസ് ഫണ്ട് നമുക്ക് ഈ കണ്ണീർക്കാവ് കാവുണ്ട ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി നീക്കി വയ്ക്കാൻ സാധിക്കും. CCN കടമ്പഴിപ്പുറം.